ക്യാപിറ്റൽ മാർക്കറ്റില് ലോങ് ടേം ഫിനാൻസ് ആണ് ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. ഷെയർസ്, ബോണ്ട് ഒക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുന്നുണ്ടാവും. എന്തൊക്കെ സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പബ്ലിക് സെക്ടർ ആൻഡ് ഫോറിൻ സ്റ്റോക്സ്, കമ്പനി സെക്യൂരിറ്റീസ്, ഷെയർസ്, കോർപ്പറേറ്റ് ബോണ്ട്, അതേപോലെ തന്നെ യൂറോ ബോണ്ട്. യൂറോ ബോണ്ട് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, യൂറോപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യൂറോ ബോണ്ട് എന്ന് കേട്ട് നമ്മൾ ആദ്യം യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തോ ബോണ്ട് എന്നാണ് വിചാരിക്കുക. അപ്പൊ ഇത് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. യൂറോ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യൂറോ ബോണ്ട് ആർ ബോണ്ട്സ് ഡിനോമിനേറ്റഡ് ഇൻ എ കറൻസി അതർ ദാൻ ദാറ്റ് ഓഫ് നാഷണൽ കറൻസി ഓഫ് ദി ഇഷ്യൂയിങ് കമ്പനി. ഇപ്പോ നമ്മളെ ഇന്ത്യൻ കമ്പനി ശരിക്കും ഏതിലാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യേണ്ടത്? റുപ്പീസിലല്ലേ. ഇപ്പോ ഇന്ത്യൻ കമ്പനി, ഇപ്പൊ ബജാജ് എന്ന് പറഞ്ഞൊരു കമ്പനി അല്ലെങ്കിൽ എന്താണ് ടാറ്റ, അവര് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഏതിലാണ് ശരിക്കും ഇഷ്യൂ ചെയ്യേണ്ടത്? റുപ്പീസിലല്ലേ. അപ്പൊ അവര് ഡോളറിൽ ഇഷ്യൂ ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക് അത് യൂറോ ബോണ്ടായി. കാരണം അവർ ശരിക്കും ഇഷ്യൂ ചെയ്യേണ്ട റുപ്പീസിലാണ്, പക്ഷെ അവർ ഡോളറിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതെന്തായി, യൂറോ ബോണ്ടായി. എക്സാക്ട്ലിയോ. അപ്പൊ യൂറോ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഡിനോമിനേറ്റഡ് ഇൻ എ കറൻസി അതർ ദാൻ ദാറ്റ് ഓഫ് ദി നാഷണൽ കറൻസി. നാഷണൽ കറൻസി ഓഫ് ദി ഇഷ്യൂയിങ് കമ്പനി, ഇഷ്യൂയിങ് കമ്പനിയുടെ നാഷണൽ കറൻസിക്ക് പകരം വേറെ ഏതെങ്കിലും കറൻസിയിൽ എന്ത് ചെയ്യുക, എന്താണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണോ യൂറോ ബോണ്ട് എന്ന് വിളിക്കുക. ഓൾസോ ഇതിനെ ഇന്റർനാഷണൽ ബോണ്ട് എന്ന് വിളിക്കും. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ദെൻ ബൈ ചെയ്യുന്ന ഇൻവെസ്റ്റർ, ഇവർ തമ്മിൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഡിഫറെന്റ് കൺട്രിയിലേക്ക് ഇവരുണ്ടാവുക. ഓക്കെ, അതായത് ഇപ്പോ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എക്സിസ്റ്റ് വേർ ഡൊമസ്റ്റിക് ഫണ്ട്സ് ആർ സപ്ലൈഡ് ടു എ ഫോറിൻ യൂസർ ഓർ ഫോറിൻ ഫണ്ട്സ് ആർ സപ്ലൈഡ് ടു ഡൊമസ്റ്റിക് യൂസർ. അതായത് ഇപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യുക, ഇന്ത്യൻ കമ്പനി ഇപ്പൊ യു എസിലുള്ള ഒരു ഇൻവെസ്റ്റർ നമ്മൾ ഇന്ത്യൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യുക, യു എസിലുള്ള കമ്പനിക്ക് വേണ്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ പോസിബിൾ ആകുമ്പോൾ അതൊരു ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ്, ശരിയല്ലേ. ഓട്ടോമാറ്റിക്കലി അവിടെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ്, ഇന്ത്യയിലുള്ളതും ഫോറിനിലുള്ളതും ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, മണി സപ്ലൈ നടക്കുന്നത്. അപ്പോ അത് ഏത് കറൻസിയിലും ആവാം. അപ്പൊ നമുക്കത് ഏത് കറൻസിയിലാക്കാം. അപ്പോ ഇന്ത്യൻ കമ്പനി ഷെയർസ് വാങ്ങിയത് യു എസ് കമ്പനിയുടെ ഷെയർ ആണ് ബോണ്ടാണ് അല്ലെങ്കിൽ ഷെയർ ആണ് വാങ്ങിയെന്ന് വിചാരിക്കാം. ആക്ച്വലി അതില് റുപ്പീസോ ഡോളർ തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ അവർ ഇഷ്യൂ ചെയ്ത് യൂറോയിലായിരിക്കും അല്ലെങ്കിൽ പൗണ്ടിലായിരിക്കും. ഓക്കെ, അങ്ങനത്തെ മാർക്കറ്റാണ്. ഇനി ഡോളറിലായാലും കുഴപ്പമില്ല, അതല്ല ഉദ്ദേശിച്ചത്. ഡോളർ തന്നെ ആവണം നിർബന്ധമില്ല, റുപ്പീസിൽ തന്നെ ആവണം നിർബന്ധമില്ല, വേറെ ഏതെങ്കിലും കറൻസിയിലും ആവാം. ഓക്കെ, നെക്സ്റ്റ്, ഇനി മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് ആദ്യം റോളാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് മണി മാർക്കറ്റിലെ റോള്? മണി മാർക്കറ്റിന്റെ റോള് ഒന്ന്, പ്രൊവൈഡ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി ടു കമ്പനീസ്, ബാങ്ക്സ് ആൻഡ് പബ്ലിക് സെക്ടർ. ഓക്കെ, ഷോർട്ട് ടേം ലിക്വിഡിറ്റി ലൈക്ക് നമ്മള് ക്യാഷ് മാനേജ്മെന്റ് പഠിച്ച ഓർമ്മയില്ലേ? ക്യാഷ് മാനേജ്മെന്റ്, അതില് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വാങ്ങുന്നതിനെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടോ? അതായത് ക്യാഷ് എക്സസ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാഷിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല അന്ന്. ഓക്കെ, അത് ഈ മണി മാർക്കറ്റിലാണ് ഈ സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ ബൈ ചെയ്യുക. അപ്പോ ഷോർട്ട് ടേം ലിക്വിഡിറ്റി കമ്പനിക്ക് ഉറപ്പ് വരുത്താനായിട്ട് എന്ത് ചെയ്യുക, മണി മാർക്കറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ ട്രേഡ് ചെയ്യുക. പൈസക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് ക്വിക്കിലി അതെന്താക്കി മാറ്റാനും പറ്റും, ക്യാഷ് ആക്കി മാറ്റാനും പറ്റും. അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യുന്നതിനെ കൊണ്ട് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. അത് ഈ മണി മാർക്കറ്റിലുള്ള അതിന്റെ മണി മാർക്കറ്റിന്റെ വൺ ഓഫ് ദി റോളാണ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി. ഓക്കെ, രണ്ടാമത്തത് ഷോർട്ട് ടേം ട്രേഡ് ഫിനാൻസ്. അതായത് സംടൈം നമുക്ക് പൈസക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാം, ഈ കൊമേഴ്ഷ്യൽ ബില്ല് അതേപോലെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കറണ്ട് ലാബിലിറ്റീസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറണ്ട് ലാബിലിറ്റീസ് എന്തൊക്കെയാ പറയുക? കറണ്ട് ലാബിലിറ്റീസിൽ സാധാരണ പേബിൾസ് വരും, ഓവർ ഡ്രാഫ്റ്റ് വരും, പിന്നെ ബാങ്ക് ലോൺ വരും. അതുപോലെ കൊമേഴ്ഷ്യൽ പേപ്പർ, കൊമേഴ്ഷ്യൽ ബില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമുണ്ട്. ട്രഷറി ബില്ല് ആരാ ഇഷ്യൂ ചെയ്യുന്നത്? ഗവൺമെന്റ് അല്ലേ ഇഷ്യൂ ചെയ്യുന്നത്. അവർക്ക് ഫണ്ടിങ് ഇഷ്യൂസ് ഉള്ള സമയത്ത് ഇഷ്യൂ ചെയ്യുന്നല്ലേ, അതും ഷോർട്ട് ടേം ഫണ്ട് ഇഷ്യൂസിന് വേണ്ടിക്കല്ലേ, അതിനു വേണ്ടിക്ക് യൂസ് ചെയ്യുന്ന. അതേപോലെ കമ്പനിക്കും ഷോർട്ട് ടേമിൽ ഫണ്ടിങ് ഇഷ്യൂസ് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഈ കൊമേഴ്ഷ്യൽ ബില്ല് അതേപോലെ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാം. ഷെയർസ് പോലെയല്ല, ലെസ് ദാൻ 1 year ആയിരിക്കും അതിന്റെയൊക്കെ ലൈഫ് ഉണ്ടാവുക. അതിനും ഈ മണി മാർക്കറ്റ് വേണം. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു കമ്പനിക്ക് എക്സസ് ആയിട്ട് ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും കമ്പനി ഇഷ്യൂ ചെയ്ത കൊമേഴ്ഷ്യൽ ബില്ലോ കൊമേഴ്ഷ്യൽ പേപ്പറോ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഇഷ്യൂ ചെയ്ത ട്രഷറി ബില്ലോ പർച്ചേസ് ചെയ്യാം. അപ്പൊ നമുക്കത് ഷോർട്ട് ടേം ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. ആ ഇഷ്യൂ ചെയ്ത കമ്പനിക്ക് അതെന്താ, വാങ്ങുന്ന കമ്പനിക്ക് അത് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. അപ്പൊ ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്ന ഇൻവെസ്റ്റ്മെന്റാ. അതേപോലെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് ഇതെന്താ, ഷോർട്ട് ടേം ട്രേഡ് ഫിനാൻസ് അല്ലേ അത്. അവർക്ക് ഫിനാൻസ് കണ്ടെത്താൻ വേണ്ടിക്കല്ലേ അവർ നോക്കുന്നത്. അപ്പൊ ഷോർട്ട് ടേം ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം
ഷോർട്ട് ടേം ട്രേഡ് ഫിനാൻസിനും വേണ്ടിക്കും ഈ മണി മാർക്കറ്റ് വേണം. മൂന്നാമത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന ഫോറിൻ കറൻസി റിസ്ക്, ഫോറെക്സ്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ഒക്കെ എക്സ്ചേഞ്ചിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ആ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഏത് എക്സ്ചേഞ്ചാ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല, മണി മാർക്കറ്റ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് എന്താ സെയിൽ ചെയ്യാൻ പറ്റുക? മോർ ദാൻ 1 ഇയർ ലൈഫുള്ള സാധനങ്ങളാണ് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ലെസ് ദാൻ 1 ഇയറിലൊക്കെ നമ്മൾ മണി മാർക്കറ്റിലാണ് സെയിൽ ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സ്, എല്ലാ ഡെറിവേറ്റീവ്സും സെയിൽ ചെയ്യാൻ പറ്റൂല. നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഡെറിവേറ്റീവ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഈ മണി മാർക്കറ്റിലാണ് സെയിൽ ചെയ്യുക. അതും റോൾ ആയിട്ട് പറയാം. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇനി എന്തൊക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്? നേരത്തെ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ കുറെ ട്രേഡ് ചെയ്യുന്ന സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഷെയർസ് ഉണ്ട്, അതേപോലെ തന്നെ ബോണ്ട്, യൂറോ ബോണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് മണി മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. കൊമേഴ്ഷ്യൽ ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രഷറി ബില്ല്, അങ്ങനത്തെ ഐറ്റംസ്. അതിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പൊ മണി മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് തന്നെ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ തന്നെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ആ 3 എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് കൂപ്പൺ ബെയറിംഗ് സെക്യൂരിറ്റീസ്. കൂപ്പൺ ബെയറിംഗ് സെക്യൂരിറ്റീസ് എന്തായിരിക്കും? അതിൽ എന്തുണ്ടാവും? പെർസെന്റേജ് കൂപ്പൺ റേറ്റ് ഉണ്ടാവും. കൂപ്പൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ, ഇൻട്രസ്റ്റ് റേറ്റ്, പെർസെന്റേജ്, അതും കൂടെ ചേർത്തിട്ടായിരിക്കും ഈ സെക്യൂരിറ്റീസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ടാവും. ലൈക്ക് നമ്മൾ സാധാരണ ബോണ്ട് പോലെ. ബോണ്ടൊക്കെ മോർ ദാൻ 1 ഇയർ ആണ്. ഇത് ലെസ് ദാൻ 1 ഇയർ വരുന്ന കൂപ്പൺ ബെയറിംഗ് സെക്യൂരിറ്റീസ് ഉണ്ട്. അത് മണി മാർക്കറ്റിലാണ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, കൂപ്പൺ ബെയറിംഗ് സെക്യൂരിറ്റീസ് ഹാവ് എ ഫിക്സഡ് മെച്യൂരിറ്റി ആൻഡ് സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റും ഉണ്ടാവും, അതേപോലെ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ആ മെച്യൂരിറ്റി പീരീഡ് എന്തായിരിക്കും? ആ മെച്യൂരിറ്റി പീരീഡ് ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും. അതിൽ 2 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റും അതേപോലെ റീപർച്ചേസ് എഗ്രിമെന്റും ഉണ്ട്. അതിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നോക്കാം. നോർമലി ഇത് ബാങ്ക് ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. ബാങ്ക് അല്ലെങ്കിൽ ബിൽഡിംഗ് സൊസൈറ്റീസ്. അതിനാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് ആക്ച്വലി ചാപ്റ്ററിന്റെ തുടക്കത്തിലെ ഇൻട്രൊഡക്ഷൻ അത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതേപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നോർമലി ബാങ്ക്, അതേപോലെ ബിൽഡിംഗ് സൊസൈറ്റീസ്. ബിൽഡിംഗ് സൊസൈറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, UK എന്ത് ചെയ്യാം, അവരുടെ മെമ്പേഴ്സിനെ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ബിൽഡിംഗ് സൊസൈറ്റി. ബാങ്കിന്റെ അതേ ഫംഗ്ഷൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ആ ഇതിലുള്ള മെമ്പേഴ്സിന് മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന ലോണ്, ഡെപ്പോസിറ്റ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ ബിൽഡിംഗ് സൊസൈറ്റീസും അതേപോലെ തന്നെ ബാങ്കും ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ, ഇൻവെസ്റ്റർ പോയിട്ട് എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ആണ് ബാങ്ക് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബിൽഡിംഗ് സൊസൈറ്റി കൊടുക്കുന്നുണ്ടാവും. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്. അതിനാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാല്, സാധാരണ ഡെപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബാങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തതിനാൽ പിന്നെ ബാങ്കുമായിട്ട് തന്നെയല്ലേ ഡീല് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ട്രേഡ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മളൊരു സെർട്ടൻ പീരീഡ് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിൽ തന്നെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ട് ആവശ്യപ്പെടാം. അപ്പൊ ആ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ആ തിരിച്ച എമൗണ്ട് തരും. നേരെ മറിച്ച് നമുക്ക് ഇതിന് മുമ്പേ തന്നെ പൈസ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് സെർട്ടൻ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഒരു സെർട്ടൻ പീരീഡ് വരെ നമ്മൾ ഹോൾഡ് ചെയ്താൽ നമുക്ക് എത്രയാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അത് കുറച്ചിട്ടായിരിക്കും നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. Then they are fully negotiable instrument ആണ്, and hence attractive to depositors since they ensure instant liquidity if required. അതായത് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല, നമുക്ക് ഈസിലി ഇത് എന്ത് ചെയ്യാം, സെയിൽ ചെയ്തിട്ട് അത് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. നെക്സ്റ്റ്, സെയിൽ ആൻഡ് റീപർച്ചേസ് എഗ്രിമെന്റ്. സെയിൽ ആൻഡ് റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടിങ് ഇഷ്യൂ വരുന്ന സമയത്ത് ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ, ബാങ്ക് ചെയ്യാറുണ്ടതെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷന് അവരെന്ത് ചെയ്യാം, വേറൊരാൾക്ക് ഒരു അയാളെ കയ്യിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സെയിൽ ചെയ്യാം, എന്നിട്ട് അത് ബൈ ചെയ്യും എന്ന് ആദ്യം എൻഷുർ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പൊ എന്റെ കയ്യിൽ ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഞാൻ അത് എന്ത് ചെയ്യാം, ഇർഫാന് സെയിൽ ചെയ്യാം, എന്നിട്ട് എന്ത് പറയാ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്ത് നിന്ന് ബൈ ബാക്ക് ചെയ്യും എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ് ആണ് ആക്ച്വലി എന്ത്, ഈ സെയിൽ ആൻഡ് റീപർച്ചേസ് എഗ്രിമെന്റ്. സെയിൽ ചെയ്യുക എന്നിട്ട് റീപർച്ചേസ് ചെയ്യുക എന്നുള്ള ഒരു എഗ്രിമെന്റോട് കൂടി സെയിൽ ചെയ്യാം. അപ്പൊ ഇർഫാന് ആർക്ക് തന്നെ തിരിച്ചു തരണം, അത് ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എനിക്ക് തന്നെ തിരിച്ചു തരണം. അപ്പൊ ഞാൻ ഇർഫാന് കൊടുത്തത് 1000 രൂപക്കാണ് ഈ സാധനം വിറ്റത് എന്ന് വിചാരിക്കാം. 1000 രൂപക്ക് ഇർഫാൻ ഓൾറെഡി വിറ്റു എന്ന് വിചാരിക്കാം. ഞാൻ തിരിച്ച് ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് 1100 1050 ആയിരിക്കും തിരിച്ചു കൊടുക്കുക. അപ്പൊ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇർഫാന്റെ ലാഭമായിരിക്കും. എനിക്ക് എന്റെ ഷോർട്ട് ടേം എന്ത് ചെയ്യാ, ഷോർട്ട് പീരീഡിൽ ഉണ്ടാവുന്ന ഫണ്ടിങ് ഇഷ്യൂസിനുള്ള ഒരു സൊല്യൂഷൻ ആണ് സെയിൽ ആൻഡ് റീപർച്ചേസ് എഗ്രിമെന്റ്. ഓക്കെ, ഒന്നും കൂടെ പറയാണ്, എന്റെ കയ്യിൽ ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഞാൻ ഇർഫാന് വിൽക്കുക, എന്നിട്ട് ഇർഫാനോട് പറയാം എനിക്ക് ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഇനി ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഞാൻ സെയിൽ ചെയ്യാം ഫണ്ടിങ് ഇഷ്യൂസ് ഉള്ള സമയത്ത്.
എന്നിട്ട് ഇർഫാനോട് തന്നെ എന്ത് ചെയ്യുക, തിരിച്ച് ബൈബാക്ക് ചെയ്യും എന്ന് പറയാം. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെയാണ് സെയിൽ ആൻഡ് റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ ഇർഫാൻ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ ഡേറ്റ് ഉണ്ടല്ലോ, തിരിച്ചു വാങ്ങാന്ന് പറഞ്ഞ ഡേറ്റ്, സേ ഫോർ എക്സാമ്പിൾ 2 മാസത്തിന് ശേഷം ഞാൻ തിരിച്ചു വാങ്ങാന്ന് പറഞ്ഞെങ്കിൽ ആ 2 മാസത്തിന് ശേഷം ഇർഫാനെ ഞാൻ എന്ത് ചെയ്യുക, ഇർഫാന്റെ അടുത്ത് ഞാൻ തിരിച്ചു വാങ്ങും. എന്നിട്ട് ഇർഫാന്റെ അടുത്ത് നിന്ന് എന്ത് വിലക്കാണോ ആ സാധനം ഞാൻ വിറ്റത് അതിനേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വാങ്ങുന്നുണ്ടാവുക. ഇനി ഇർഫാനുള്ള ചോയ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇർഫാൻ ആ 2 മാസം ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇർഫാൻ ഈ സാധനം വിൽക്കുക. അതായത് ഞാൻ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സെയിൽ ആൻഡ് റീപർച്ചേസ് എഗ്രിമെന്റ്, അത് വെറും ഒരു എഗ്രിമെന്റ് അല്ല, അത് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ഇർഫാൻ ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇർഫാന് നേരത്തെ ക്യാഷ് കിട്ടും. പക്ഷെ കിട്ടുന്ന പൈസ എത്ര ആയിരിക്കൂല, ഞാൻ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലേ അത് ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും അവന് കിട്ടുന്നുണ്ടാവും. അപ്പൊ എന്റെ അടുത്ത് ഇനി ഇത് ആരെ കയ്യിലാണ് ഈ എഗ്രിമെന്റ് ഉള്ളത്, അയാളായിരിക്കും എന്റെ അടുത്ത് വരുന്നുണ്ടാവും. അപ്പൊ അയാളുടെ അടുത്ത് നിന്നായിരിക്കും ഞാൻ തിരിച്ച് റീപർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോ ഇൻ എ റിപ്പോർട്ട് ട്രാൻസാക്ഷൻ എക്സ് സെൽസ് സെർട്ടൈൻ സെക്യൂരിറ്റി, നോർമലി ട്രഷറി ബില്ലോ, എന്താണ് ട്രഷറി ബില്ല് പറയാൻ കാരണം, ട്രഷറി ബില്ല് കുറച്ചും കൂടെ നമ്മൾ വിൽക്കുന്ന ഒരു സാധനം കുറച്ചും കൂടെ നല്ല സ്റ്റാൻഡേർഡൈസ് സാധനം ആയിരിക്കണ്ടേ. അപ്പൊ ട്രഷറി ബില്ല് ഓൾറെഡി ആര് ഇഷ്യൂ ചെയ്തതാ, RBI ഇഷ്യൂ ചെയ്തല്ലേ. അപ്പൊ അങ്ങനെ ഒരു സാധനമാണ് ഞാൻ ഇർഫാന് കൊടുക്കുന്നത്. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അവന്റെ അടുത്ത് നിന്ന് 1000 വാങ്ങിയിട്ടുള്ളത്. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യും, അവന്റെ അടുത്ത് നിന്ന് ഞാൻ തിരിച്ചിത് വാങ്ങുന്ന എഗ്രി ചെയ്തിട്ടാണ് ഇത് എനിക്ക് വിൽക്കുന്നത്. നമുക്ക് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മുടെ സിലബസിന് ആവശ്യമുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ഇതിനെന്തായാലും സെർട്ടൻ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് തന്നെ അറിയാം. കുറച്ചധികം ഇതിനെപ്പറ്റി പറയാനും ഉണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്ക് നമ്മുടെ സിലബസിൽ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇങ്ങനെ. നെക്സ്റ്റ്, ഡിസ്കൗണ്ട് സെക്യൂരിറ്റീസ്. ഡിസ്കൗണ്ട് സെക്യൂരിറ്റീസിൽ ട്രഷറി ബില്ല് വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, ബാങ്കേഴ്സ് ആക്സെപ്റ്റൻസ്. നോർമലി ഡിസ്കൗണ്ട് സെക്യൂരിറ്റീസ് എന്തിനായിരിക്കും പറയുന്നുണ്ടാവോ, നേരത്തെ കൂപ്പൺ ബയറിംഗ് സെക്യൂരിറ്റി എന്നല്ലേ പറഞ്ഞേ, ഇതിനെന്തായിരിക്കും ഡിസ്കൗണ്ട് സെക്യൂരിറ്റീസ് എന്ന് പറയാനുള്ള കാരണം, കൂപ്പൺ ബയറിംഗ് സെക്യൂരിറ്റീസിൽ എന്തുണ്ടാവും, കൂപ്പൺ ഉണ്ടാവൂലേ, പെർസെന്റേജ് കൂപ്പൺ റിട്ടേൺ ഉണ്ടാവില്ലേ. ഡിസ്കൗണ്ട് സെക്യൂരിറ്റീസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഓക്കെ, പകരം കൂപ്പൺ ഉണ്ടാവില്ല, പകരം നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ടിങ് ആയിരിക്കും ചെയ്യാം. ഇതില് മെയിൻ ആയിട്ട് വരുന്നത് ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ. ഇത് മൂന്നും സെയിം ഒരേപോലത്തെ ആണ്. വ്യത്യാസം എന്താ വെച്ചാൽ ട്രഷറി ബില്ല് ആര് ഇഷ്യൂ ചെയ്യുന്നത്, ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ട്രഷറി ബില്ല് ഏത് ത്രൂ ആണ് ഇഷ്യൂ ചെയ്യുന്നത്, സെൻട്രൽ ബാങ്ക്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ RBI ആണ്, RBI ത്രൂ ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. കാരണം ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, നോർമലി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണ്. നേരത്തെ ബാങ്ക് തന്നെ ഇഷ്യൂ ചെയ്യുന്ന ഒരു സാധനമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. അതേപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഫണ്ടിങ് ഇഷ്യൂസ് ഫില്ല് ചെയ്യാനായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ട്രഷറി ബില്ല്. ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് യൂഷ്വലി 1 or 3 month ആയിരിക്കും മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവുക. കൊമേഴ്ഷ്യൽ ബില്ല് സെയിം തന്നെ അതേപോലത്തെ പീരീഡ് ഒക്കെ ആയിട്ട് തന്നെയാണ് ഈ കൊമേഴ്ഷ്യൽ ബില്ലും വരുന്നത്. പക്ഷെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് ലാർജ് ഓർഗനൈസേഷൻ കോർപ്പറേഷൻ ആണ് ഇഷ്യൂ ചെയ്യുക, ഗവൺമെന്റ് അല്ലെന്ന് മാത്രം. അവർക്ക് ഫണ്ടിങ് ഇഷ്യൂ വരുമല്ലോ, ഗവൺമെന്റിന് വരുന്ന അതേപോലെ സാധാരണ കമ്പനീസിനും ഫണ്ടിങ് ഇഷ്യൂ വരുമല്ലോ. അപ്പൊ അത് ആ ഫണ്ടിങ് ഇഷ്യൂ ഫില്ല് ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞ ലാർജ് കോർപ്പറേഷന് കൊമേഴ്ഷ്യൽ ബില്ല് യൂസ് ചെയ്യുന്നുണ്ടാവുക. സിമിലർ അതേപോലത്തെ പീരീഡ് തന്നെയാണ് ഉണ്ടാവുക. നെക്സ്റ്റ് വരുന്ന കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഇതേപോലെ കോർപ്പറേഷൻ കമ്പനീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ മെച്യൂരിറ്റി പീരീഡ് 7 and 45 ഡേയ്സിലൊക്കെയാണ് യൂഷ്വലി ഉണ്ടാവും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ 7 to 45. ഇത് നോർമലി ഹൈ ഇഷ്യൂ കോസ്റ്റ് ആയത് കൊണ്ട് തന്നെ ലാർജർ എമൗണ്ടിനാണ് ഈ സാധനം ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും. കാരണം ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഹൈ കോസ്റ്റ്, ഇഷ്യൂ കോസ്റ്റ് വളരെ ഹൈ ആയതുകൊണ്ട് കമ്പനീസ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വലിയ എമൗണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ടാവും. 7 and 45 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ വലിയൊരു ലിക്വിഡിറ്റി ഇഷ്യൂസ് ഒക്കെ കമ്പനിക്ക് വരാണെങ്കിൽ, വലിയ എമൗണ്ടിന്റെ ഒരു ഡെഫിസിറ്റ് വരാണെങ്കിലാണ് ഈ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുക. കാരണം ഇത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഹൈ കോസ്റ്റ് ആണ് വരുന്നത്. നോർമലി അൺസെക്യൂർഡ് ഡെപ്റ്റിന്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ പേപ്പർ വരാം. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അത്യാവശ്യം ഇത് സെയിൽ ആവുള്ളൂ. കാരണം അൺസെക്യൂർഡ് ആവുമ്പോൾ എന്താ പ്രശ്നം, ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അൺസെക്യൂർഡ് ആവുമ്പോൾ അവർക്ക് റിസ്ക് ഭയങ്കര കൂടുതലല്ലേ. അപ്പൊ ഇത് ട്രേഡ് ചെയ്ത് പോകണ്ടേ, ആൾക്കാർ ഇത് വാങ്ങണ്ടേ. അപ്പൊ ഇത് ട്രേഡ് ചെയ്ത് പോകണമെങ്കിൽ നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഇത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പോകുള്ളൂ. നെക്സ്റ്റ്, എവിടെയാണ് ഈ സംഭവം വരുന്നത്, ബാങ്കേഴ്സ് ആക്സെപ്റ്റൻസ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റില് ആ സംഭവം ഒന്ന് ഓർത്ത് വെക്കണേ. അന്ന് പറഞ്ഞത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ പറഞ്ഞതായിരുന്നു. എക്സ്പോർട്ടർ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടറുടെ ബാങ്ക് എക്സ്പോർട്ടറുടെ ബാങ്കിലേക്ക് എന്താക്കാണ്, ഇമ്പോർട്ടർ എന്ത് ചെയ്യൂല, പേയ്മെന്റ് ഡിലേ ഒന്നും വരുത്തൂല. അതിന് ഡിലേ വരുത്തിക്കാൻ നമ്മൾ അത് ഏറ്റോളാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാരണ്ടി ലെറ്റർ ആക്കുകയല്ലേ ചെയ്യുന്നത്. അതെവിടെ റിസീവ് ചെയ്യുക, എക്സ്പോർട്ടറുടെ ബാങ്കിൽ റിസീവ് ചെയ്ത ശേഷം ഗുഡ്സ് വിറ്റു. ഗുഡ്സ് വിറ്റതിന് ശേഷം എക്സ്പോർട്ടറുടെ ബാങ്ക് ഈ ഇൻവോയ്സും കൂടെ ചേർത്തിട്ട് അങ്ങോട്ടേക്ക് തന്നെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആക്കും ഇമ്പോർട്ടറുടെ ബാങ്കിലേക്ക്.
എന്നിട്ട് ഇമ്പോർട്ടർ ബാങ്ക് എന്ത് ചെയ്യുക, അത് സൈൻ ചെയ്ത് ബാങ്കിന്റെ സൈനോട് കൂടി അത് തിരിച്ചയക്കുമ്പോൾ അത് ബാങ്കേഴ്സ് ആക്സെപ്റ്റൻസ് ആയിട്ട് മാറി. അപ്പോ നമ്മളെ എക്സ്പോർട്ടർക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉള്ളത്? ഒന്നെങ്കിൽ ആ പറഞ്ഞ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുക, ഇമ്പോർട്ടർ പറഞ്ഞ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ഇമ്പോർട്ടറിന്റെ പൈസ തരും, അല്ലെങ്കിൽ ബാങ്ക് അത് തരണം, അല്ലെ? അതാണ് ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇമ്പോർട്ടറിന്റെ ബാങ്കിന്റെ അടുത്ത് റിക്വസ്റ്റ് കൊടുത്തിട്ട് കുറച്ച് നേരത്തെ പേയ്മെന്റ് ആവശ്യപ്പെടാം. നേരത്തെ പേയ്മെന്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് കിട്ടൂല, സം ഡിസ്കൗണ്ട് കഴിച്ചിട്ടായിരിക്കും എമൗണ്ട് കിട്ടുക. മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഗെയിൻ ട്രേഡ് ചെയ്യാൻ പറ്റും. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ട്രേഡ് ചെയ്യുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്കൗണ്ട് കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്യാം, ഫുൾ എമൗണ്ട് കിട്ടൂല. ഫുൾ എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആ പീരീഡ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ ബാക്കിയാണത്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ക്യാപ്സ്, ഫ്ലോസ്, ഇതൊക്കെയാണ് ട്രേഡ് ചെയ്യുന്ന ഡെറിവേറ്റീവ്സ് ആട്ടോ. ട്രേഡ് ചെയ്യുന്ന ഡെറിവേറ്റീവ്സ്